ഇതാര്? പണ്ടോർക്കലം വെച്ചിരിക്കണ എന്റെ ക്ലാസ്സാടാ. സത്യത്തിൽ ഇയാള് പോലീസ് അതോ കുള്ളനാ? കള്ളനാ? നീ നാട്ടിലൊക്കെ പോയൊന്ന് മിനിങ്ങിയിട്ടുണ്ടല്ലോടാ പരമശിവം. അത് സാറേ ഗ്ലാസ് വെച്ച് നോക്കിട്ട് തോന്നണതാ. പരോള് കഴിഞ്ഞു വന്നപ്പോ നീ എനിക്കെന്താ കൊണ്ടുവന്നേ? വെച്ചാലിണങ്ങാത്തൊരു കൂളിംഗ് ഗ്ലാസ് തന്നില്ലേ? ഇവനാ? ഇത് ദുബായിലുള്ള എന്റെ ഒരു ഫ്രണ്ട് തന്നതാ. ഫ്രണ്ടോ? ആ ഫ്രണ്ട് എന്ന് പറഞ്ഞ ക്ലോസ് ഫ്രണ്ട്. ആ കക്ഷിയെ കൊണ്ട് എന്റെ വലിയേട്ടന്റെ മോളെ കെട്ടിക്കാൻ പോവാ. ചെറുക്കന്റെ സ്വഭാവമൊക്കെ അന്വേഷിച്ചിട്ട് പോരെ കല്യാണം? ഇല്ല പരമശിവ, ഞാൻ ആരാ? പോലീസാ. അപ്പൊ ആ സംശയവും തീർന്നു. ചെക്കനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് എടുത്തു. അവന് 24 ക്യാരറ്റാ. എന്റെ വ്യാകുല മാതാവ്, എന്നെ കൊല്ലും. ചുമ്മാ ഇരുടാ. ഇത് കണ്ട, ഇതവന് ദുബായിക്കുള്ള കത്ത. എന്തിനാ ഇപ്പൊ കത്ത്? കാര്യം അങ്ങോട്ട് നേരിട്ട് പറഞ്ഞൂടെ? അതിനും ദുബായിക്ക് പോയില്ലേ? അവൻ ദുബായിലെത്തി. ഇത് വെറും ഒരു കത്ത് മാത്രമല്ല, ഒരു ലിസ്റ്റ് കൂടെ ഉണ്ട്. ഒരു DVD, ഒരു TV, ഒരു മൊബൈൽ, അങ്ങനെ ചിന്ന ചിന്ന സാധനങ്ങള്. പോലീസല്ലേ മോനെ, ഓസിന് കിട്ടിയാ വിടുവാ. കാശിനൊക്കെ ഇപ്പൊ എന്താ വില? ടൈറ്റാ. ചിന്നാടൻ ബാബുവിനെ ആശുപത്രിയിലാക്കാൻ വേണ്ടി ലക്ഷങ്ങൾ ഏമാർക്ക് വീശിന്നാണല്ലോ കേട്ടത്. പോടാ. അത് ശരി, അപ്പൊ അതാണ് അവനോട് കാണാത്തത്. സാറേ. എന്താടാ? എന്താടാ? എനിക്കൊരു രഹസ്യം പറയാനുണ്ടായിരുന്നു. ഞാനിപ്പോ പരോളിന് നാട്ടിൽ പോയി. അതെ, വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ഡിപ്പാർട്ട്മെന്റിലുള്ള എന്റെ ഒരു സുഹൃത്തിനെ ഞാൻ കണ്ടു. ആള് പറയാ ജയിലിൽ നടക്കുന്ന അഴിമതികളെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് അവര് രഹസ്യമായിട്ട് സ്ക്വാഡിനെ ഇവിടെ ഇറക്കിയിട്ടുണ്ടെന്ന്. ഇവിടെ? ആ, കള്ളത്തരത്തിൽ ചിലരെ ആശുപത്രി കിടത്താൻ കൂട്ടി നിൽക്കുന്നവരൊക്കെ പിടിച്ച് അകത്തിടും അത്രേ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാറ് സൂക്ഷിക്കണം കേട്ടോ. പിന്നെ ഞാനിത് പറഞ്ഞു, ആരോടും പറയരുത്. നമ്മുടെ ഡോക്ടറുടെയും സൂപ്രണ്ട് സാറിന്റെയും പണി പോകുന്ന എനിക്കിത് കാണണം. അവരും കുറച്ചുനാൾ തിന്നട്ടേന്നുണ്ടാ. എന്താ സാർ? ഉണ്ടങ്ങോട്ട് പോയതാ. ഒന്നുമില്ല. നീ 100 പേര് എണ്ണി തീരുന്നതിന് മുമ്പ് ചിന്നാടൻ ബാബു സെല്ലിലുണ്ടാവും. ചുമ്മാ എണ്ണടോ. 1 2 3. സത്യമാണോടൂ? അതെ സാർ. എന്താ കണക്കിട്ടിരിക്കുന്ന? ഇത് വേറെ കണക്കാണ് സാറേ. എന്റെ കണക്ക് തെറ്റി. ഞാൻ എവിടെ നിർത്തിയത്? നീ നിർത്തിയതല്ല 85 മുതൽ ഞാൻ ഇവിടെ നിൽക്കാം. 85 86. ഞാൻ എവിടെ നിർത്തിയത്? 25. 27 28 95 96 97 98 99 100. ഹായ്, എവിടെയായിരുന്നു? എവിടേക്ക് അന്വേഷിച്ചെന്നറിയാമോ? പത്രത്തിൽ കൊടുക്കാൻ പോയതാ. എന്താടാ നീ സൂക്ഷിച്ചോ? ഓ എടാ ചിന്നടാ, വാളയാർ പരമശിവത്തിന് സെൻട്രൽ ജയിലിനുള്ളിൽ കാശറിയേണ്ട കാര്യമില്ല നിന്നിവിടെ തിരിച്ചെത്തിക്കാൻ. ബുദ്ധിമതി, വെറും ബുദ്ധി. നീയല്ലേ പറഞ്ഞത് എന്നെ ഇവിടെ ഇട്ട് കൊല്ലൂന്ന്? എന്നിട്ട് ഞാൻ പരോളിന് പോയി തിരിച്ചു വന്നപ്പോ നീ ആശുപത്രി പോയി കിടന്ന പിന്നെ എന്നെ ആര് കൊല്ലും? ഇവൻ എന്നെ മൂടോട്ടാക്കി അടങ്ങുള്ളൂ. മതി മതി, പോയി റെസ്റ്റ് എടുക്കുക. നിന്റെ ആരാടാ ദുബായിലുള്ളത്? ഇടക്കിടക്ക് കത്ത് വരുന്നുണ്ടല്ലോ. നമുക്കുണ്ട് സാറേ ദുബായിലൊക്കെ ഫ്രണ്ട്സുകള്. എനിക്കുണ്ടപ്പോ നിനക്കുണ്ട് ദുബായിൽ ഫ്രണ്ട്സ്. എനിക്കാരുമില്ല. നിന്നോട് ചോദിച്ചില്ല? അല്ല, ചോദിച്ചാൽ തന്നെ പറയാൻ ആരുമില്ലെന്ന് പറഞ്ഞത്. 2 കത്തോ? ഫ്രം ദിവാകരൻ, ജയിലർ, സെൻട്രൽ ജയിൽ. ഇതൊന്നും നിനക്ക് ദുബായിലൊക്കെ അയച്ച കത്തല്ലേ? എന്തൊന്ന് എഴുതി വെച്ചേക്കണാവോ? എന്തായാലും ഒന്ന് നോക്കിയേക്കാം. പ്രിയപ്പെട്ട എന്റെ ഉണ്ണിക്ക്, ഞാൻ ഗോപികയുടെ കൊരങ്ങച്ചൻ, കൊച്ചച്ചൻ, ജയിലർ ദിവാകരൻ എഴുതുന്ന സ്നേഹത്തോടെയുള്ള കുത്ത്. കുത്തോ? ഈ ജയിലിലെ ശീലം വെച്ച് എഴുതിയായിരിക്കും കുത്തേ. കുത്തും കത്തും തിരിച്ചറിയാത്ത നമ്മൾ തമ്മിൽ നേരിട്ട് പരിചയമില്ലെങ്കിലും എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് DVD, TV, മൊബൈല്, ഇതൊക്കെ അയാളുടെ അപ്പനോടൊന്ന് ചോദിക്കട്ടെ. ബാലുവിന്റെ കത്താ. ബാലുവിന് SS സെലക്ഷൻ കിട്ടി. അവൻ ട്രെയിനിങ്ങിന് ചേർന്നു. ബെസ്റ്റ്. ആദ്യത്തെ പോസ്റ്റിംഗ് ഈ ജയിലിലും ആയിരിക്കണം. അയ്യോ, അങ്ങനെയൊക്കെ സംഭവിക്കൂ? പറയാൻ പറ്റില്ല. നിന്റെ ബെസ്റ്റ് ടൈം അല്ലേ, ചിലപ്പോ അങ്ങനെ സംഭവിച്ചേക്കാം. ചുമ്മാ ഇരടാ,
മനുഷ്യനോട് പൈലോ ഒന്ന് ടെൻഷൻ അടിക്കുമ്പോൾ അവന്റെ ഒരു തമാശ. എന്നാ നീ ഒരു മറുപടി എഴുത്. നിന്റെ ശിക്ഷ കഴിഞ്ഞിട്ട് ജോലിക്ക് കയറിയാ മതി. എടാ മണ്ട, ഒരു കത്ത് ഞാൻ എഴുതിയാലും വീട്ടിൽ നിന്ന് എഴുതിയാലും കയ്യിലെത്താൻ ഒരു മാസം എടുക്കും. ദുബായിലുള്ള എന്റെ ഫ്രണ്ട് കാസമിന്റെ പണിയാ കത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി അയച്ചോണ്ടിരിക്കുന്നത്. ഇത് ഞാൻ എഴുതിയ കത്താണല്ലോ. ചേട്ടാ, ഈ കത്ത് എങ്ങനെ ഇവിടെ വന്ന്? സാർ ആരും നോക്കണത്? ഇത് കണ്ട, ഞാനിത് ദുബായിക്ക് എഴുതിയ കത്ത. ഇതെങ്ങനെ ഇവിടെ വന്നു? ഇനി ആ പോകുന്ന വിമാനത്തിൽ നിന്നെങ്ങാനും വിടതായിരിക്കോ? ആ വിമാനത്തിന് ഓട്ടയുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇത് ആര് പൊട്ടിച്ചോ? അല്ല, ഈ പൈലറ്റുമാര് വെറുതെ ഇരിക്കും എങ്ങനെ വായിച്ചു? റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത തെണ്ടികൾ, അന്യരുടെ കത്ത് വായിക്കുന്ന പട്ടികൾ. അല്ല, അനാവശ്യമായിട്ട് എന്തെങ്കിലും കത്തിൽ എഴുതിയിരുന്നു? എല്ലാ ആവശ്യമുള്ള സാധനങ്ങളാ. DVD, TV, മൊബൈൽ. ഇതിപ്പോ എന്റെ കൈ കിട്ടിയ ഇല്ലെങ്കിലോ? ഞാൻ ഈ സാധനങ്ങൾ പ്രതീക്ഷിച്ചിരിക്കില്ലേ? ഏതായാലും ഞാൻ ഇതൊന്നും കൂടി പോസ്റ്റ് ചെയ്യാൻ പോയത്. പൈലറ്റ് പുറത്ത് എഴുതിക്കോ. അതെന്തിനാ? ഇല്ലെങ്കിൽ ഇനിയും പൊട്ടിച്ച് വായിച്ചാലോ? എഴുതി പോസ്റ്റ് ചെയ്യാം. അയ്യോ പാവം. ഈശ്വര, ഒരു മാസം കൂടി കഴിയുമ്പോ ഈ കത്ത് തന്നെ ഞാൻ ഒന്നുകൂടി വായിക്കേണ്ടി വരൂല്ലോ. എടാ, എന്നെ നിന്റെ ഒപ്പം ഇറക്കി വിട്ടാ മതി. ഇവിടുത്തെ ഏമാനോട് കാല് പിടിച്ച് ഞാൻ പറഞ്ഞു, കേട്ടില്ല. ദേ ചവിട്ടി പുറത്താക്കി. ആരെ നീ നോക്കണത്? നമ്മുടെ ആൾക്കാരും കണ്ടില്ല. അവർക്കാർക്ക് ഇനി നിന്നെ വേണ്ടായിരിക്കും. നീ വിഷമിക്കണ്ട. അത്യാവശ്യം ദുബായ് സാധനങ്ങൾ വാങ്ങാനുള്ള കാശ് എന്റെ കയ്യിലുണ്ട്. പിന്നെ ഒരു ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പും ഞാൻ അടിച്ചു മാറ്റിയിട്ടുണ്ട്. എന്റെ ഈശ്വര, അമ്മയെന്ന് പറഞ്ഞാണല്ലേ. അനിയ, ആ കണ്ണാടി ഒന്ന് തിരിച്ചു. ചുമ്മാരിടാ. ഷൂവോ? ഷൂ അല്ല, ചെരുപ്പ്. അങ്ങോട്ട് നോക്കിയേ. പൊറിഞ്ചു, അവളെ കണ്ടിട്ട് എന്ത് തോന്നണു? എന്തെങ്കിലും തോന്നിയാ തന്നെ എനിക്ക് അങ്ങനെ ഒന്നും തോന്നാൻ പാടില്ലല്ലോ. നീ കെട്ടാമണ പെണ്ണല്ലേ. അവൾ എനിക്ക് എന്റെ അമ്മയെ പോലെയാ. പോടാ. അതല്ല, അവളെന്റെ അമ്മയോടെല്ലാ സത്യം പറഞ്ഞു കാണുമെന്ന്. ഏയ്, ലക്ഷണം കണ്ടിട്ട് ഒന്നും വിടാതെ പറഞ്ഞ പോലെ ഉണ്ട്. കൂടിയോന്നൊരു സംശയം. മോനെ ഉണ്ണി, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ജയിലിൽ കിടന്ന കാര്യം വിശ്വസിക്കാൻ പറ്റില്ല. അമ്മേ. ഉണ്ണി, ഇനി നിന്നെ ഞാൻ ഉടനെ ഒന്നും ദുബായിക്ക് വിടില്ല. അയ്യോ, ഇനി ദുബായിക്ക് തിരിച്ചു പോകണ്ടമ്മേ. ശിക്ഷ കഴിഞ്ഞില്ലേ? ശിക്ഷയോ? അല്ല, ഈ അറബിയുടെ കൂടെ പണിയെടുക്കാന്ന് പറഞ്ഞാ അതിലും വലിയ ശിക്ഷയുണ്ടോ അമ്മേ? ഇവന് മനസ്സിലായില്ലേ പൊറിഞ്ചു? അന്ന് വന്നപ്പോ വേറെന്തോ പേരാണല്ലോ പറഞ്ഞത്. അതെ, ബിജു. ഈ അറബികൾക്ക് ബിജു എന്നുള്ള വാക്ക് നാവില് വഴങ്ങില്ല. അതുകൊണ്ട് അവര് പൊറിഞ്ചു പൊറിഞ്ഞെന്നാ വിളിക്കണതേ. ഉദാഹരണത്തിന് സോഡേനെ അമ്മ സോഡാന്നല്ലേ പറയണത്. എനിക്ക് സോഡാന്ന് പറയാൻ അറിയാൻ പാടില്ല. ഞാൻ ഷോഡാന്നാ പറയണ. അതായത് മക്കളിരിക്കെ, അമ്മ ചായ കൊണ്ടുവരാം. അമ്മേ, അപ്പുറത്തെ വീട്ടിലെ കുട്ടി അമ്മയോടൊന്നും പറഞ്ഞില്ലല്ലേ? പറഞ്ഞു. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, പറയും. അമ്മേ, ഞാൻ നീ തിരിച്ചു വന്നാലുടൻ അവളെ കല്യാണം കഴിച്ചോളാമെന്ന് പറഞ്ഞ കാര്യവും ഞാൻ അറിഞ്ഞു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവൾ അങ്ങനെ പറയൂന്ന്. അവളെന്താ അങ്ങനെ പറഞ്ഞേ? എടാ, അവള് നിന്റെ ട്രാക്കിലായെന്ന്. ഹലോ ഹലോ ഹലോ. ഫ്ലൈറ്റ് യാത്രയൊക്കെ സുഖമായിരുന്നോ? ഫ്ലൈറ്റിൽ വന്നവർക്ക് സുഖമായിരുന്നു. നമ്മള് തമ്മിൽ ദുബായിൽ വെച്ച് കണ്ടുമുട്ടിയ വിവരമൊന്നും ഞാൻ അമ്മയോട് പറഞ്ഞിട്ടില്ല. ദുബായിലോ? എപ്പോ? അല്ല, അമ്മയോട് കുട്ടി വേറെന്തൊക്കെയോ പറഞ്ഞു അമ്മ പറഞ്ഞല്ലോ. പണ്ടാരടങ്ങനെ വാടക എടുത്ത സ്ഥലം നശിപ്പിച്ച്. അച്ഛനെ കണ്ടില്ലല്ലോ. അതിനിത് പള്ളിയല്ലല്ലോ. കുട്ടിയുടെ അച്ഛൻ. അച്ഛൻ വൈദ്യരെ കാണാൻ പോയിരിക്കാ. കുഴമ്പ് വാങ്ങാൻ പോയതായിരിക്കും. നിന്നെ ജയിലിലിട്ട് ഇടിച്ച ഇടി ഒരു എപ്പിസോഡ് പോലും വിടാതെ കുട്ടി കണ്ടതല്ലേ? ഒരു മിനിറ്റ്. ഒരൊറ്റ മിനിറ്റ്. എന്താണ് സീക്രട്ട് ആണാ? കണ്ടോ? അതെടുത്തേ. പെൺകുട്ടികളുടെ മുമ്പിൽ ആളാവരുത്. എന്താടി എന്താടി ഏട്ടനെ കണ്ടിട്ട് പഴയ പോലത്തെ ഒരു സന്തോഷമില്ലാത്ത? എന്തിനാ മോളെ? നിന്റെ മുഖം കണ്ടാൽ എനിക്ക് അറിഞ്ഞൂടെ എന്താ പ്രശ്നം? ഏട്ടാ, കറിയാച്ചൻ ഇന്ന് കോളേജിൽ വന്നിരുന്നു. കാശിന്റെ കാര്യം പറഞ്ഞു കുട്ടികളുടെ മുന്നിൽ വെച്ച് എന്നെ ഒരുപാട് ചീത്ത പറഞ്ഞു. അമ്മേ, അമ്മേ. എന്താ മോനെ?
ആ കറിയാച്ചൻ ഈ മാസത്തെ കാശ് കൊടുത്തില്ലേ? 6 മാസമായിട്ട് നീ കാശ് അയച്ചില്ലല്ലോ മോനെ. അപ്പൊ നമ്മുടെ കാശ് എവിടെ ബ്ലോക്ക് ആയണ്ടല്ലോടാ. എന്തായാലും കറിയാച്ചൻ എനിക്കൊന്ന്